നമസ്കാരം. മെഹർ മന്ത്യാൻ ഗ്രിൽസിൽ നിന്നാണ്. കഴിഞ്ഞ വിഷുദിനത്തോട് അനുബന്ധിച്ചുകൊണ്ട് നമ്മൾ ചെറിയൊരു ആശംസ പോസ്റ്റർ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അത് നമ്മൾ തികച്ചും പുറത്ത് ഒരാളെ കൊണ്ടാണ് പോസ്റ്റർ ചെയ്യിപ്പിച്ചത്. എന്നാൽ അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ കൊണ്ട് നമ്മുടെ സഹോദര സമുദായങ്ങൾക്ക് ഉണ്ടാകുന്ന രീതിയിൽ ആ ഒരു ചെറിയൊരു മനസ്സിന് ചെറിയൊരു വിഷമം ഉണ്ടായെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞു. തികച്ചും ഞങ്ങളുടെ അറിവോടുകൂടി ചെയ്തതല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ കൊണ്ട് ആ പോസ്റ്റർ അങ്ങനെ സംഭവിച്ചു പോയതാണ്. ഞങ്ങൾ എന്നാൽ അത് മാറ്റുകയും പകരം നല്ല രീതിയിലുള്ള ഒരു വിഷു ആശംസ പോസ്റ്ററാണ് നമ്മളെല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഷെയർ ചെയ്തത്. ആ പോസ്റ്റർ വിവാദപരമായ പോസ്റ്റർ നമ്മുടെ ഒരു പ്ലാറ്റ്ഫോമിലും സോഷ്യൽ മീഡിയയിലും ഒന്നിലും ഞങ്ങൾ ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല. ഞങ്ങളപ്പോൾ തന്നെ അതെല്ലാം ഒഴിവാക്കിയതാണ്, തടസ്സപ്പെടുത്തിയതാണ്. അപ്പോൾ തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും മാന്യമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്കുണ്ടായ ആ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾ മാനേജ്മെന്റ് ടീം നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ്. എല്ലാവരും സഹകരിക്കുക. ഹിന്ദുക്കളെ എല്ലാവരെയും വിഷമത്തിലാഴ്ത്തിയ ഒരു കാഴ്ചയാണ് വിഷുദിനത്തിൽ നമ്മൾ കണ്ടത്. എല്ലാവരും കണ്ട ഒരു വീഡിയോ ആണ്. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു കട, കുഴിമന്തി, അതിൻ്റെ കട ഉദ്ഘാടനത്തിൻ്റെ അല്ലെങ്കിൽ പരസ്യത്തിൻ്റെ ഭാഗമായി അദ്ദേഹം ഒരു പരസ്യം നൽകി. എന്താണ് ആ പരസ്യം? കൃഷ്ണനെയൊക്കെ വച്ച്, കണിയൊക്കെ വച്ചു, എല്ലാ സജ്ജീകരണങ്ങളും, ഒരു വിഷുക്കണി എങ്ങനെയാണോ ഒരുക്കിയത് ആ രീതിയിലുള്ള ഒരു നല്ല ഒരു കുഞ്ഞു കൃഷ്ണൻ്റെ പടവും ഒക്കെ വച്ചിട്ട് അതിനോടൊപ്പം നമ്മുടെ കൃഷ്ണനെ അദ്ദേഹം ന്യൂ ജനറേഷൻ കൃഷ്ണനാക്കിയിരിക്കുകയാണ് അല്ലേ. അതായത് അദ്ദേഹത്തിൻ്റെ ആ കുഴിമന്തിയും കൂടെ ആ ഫ്രണ്ടിലെടുത്ത് കൃഷ്ണന് കഴിക്കാൻ വേണ്ടി നമ്മൾ നെയ്യും കദളിപ്പഴവും ഒക്കെ കൊടുക്കുന്ന കാഴ്ചയൊക്കെ നമ്മുടെ ഹിന്ദുക്കൾക്ക് അറിയാം. നെയ്യും വെണ്ണയും ഒക്കെ കൊടുക്കുന്ന അതുപോലെ അദ്ദേഹം കൊടുത്തിരിക്കുകയാണ്. എന്താണ്? കുഴിമന്തി. വളരെയധികം അങ്ങേയറ്റം നമ്മുടെ ഹിന്ദുക്കൾക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ്. ഇവിടെ എല്ലാ മതത്തിലുള്ളവർക്കും ഓരോ ആചാരങ്ങളും ഒക്കെ കാണും, അല്ലെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെ കാണും. അപ്പോൾ അതിനെയൊക്കെ വ്രണപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടത്. അപ്പോൾ എല്ലാ മതത്തിലുള്ളവർക്കും അവരുടെ ആചാരങ്ങളൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് അങ്ങേയറ്റം ഭക്തിയോടുകൂടി വെക്കുന്നതാണല്ലേ വിഷു എന്ന് പറയുന്നത്. നമ്മൾ അങ്ങേയറ്റം ഭക്തിയോടുകൂടി കണിയൊരുക്കി രാവിലെ എഴുന്നേറ്റ് നമ്മുടെ കുട്ടികളെയും നമ്മുടെ കുടുംബത്തിലുള്ളവരെല്ലാം ആദ്യമായി കണ്ട്, അപ്പോൾ ആ വർഷം മുഴുവനും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒക്കെ വർഷമായി മാറാൻ വേണ്ടിയാണ്. അങ്ങനെയാണ് നമ്മുടെയൊക്കെ വിശ്വാസം. അപ്പോൾ ആ വിശ്വാസത്തിനെയൊക്കെ ഹനിക്കുന്ന രീതിയിൽ, അല്ലെ അങ്ങേയറ്റം അപമാനിക്കുന്ന രീതിയിൽ ആണ് ഇത്തരത്തിലൊരു പരസ്യം. നമ്മളെല്ലാ ഹിന്ദുക്കളെയും മനസ്സിനെ വ്രണപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ്. മറിച്ച് നമ്മൾ ഹിന്ദുക്കളോട് ചെയ്ത ഇതേ അനീതി നമ്മൾ അവരുടെ മതത്തോടും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആ ചെയ്തവർക്കെതിരെ അതിരൂക്ഷമായി ഇങ്ങനെയൊന്നും ആയിരിക്കില്ല പ്രതികരണം, അല്ലേ. നമ്മൾ ഹിന്ദുക്കൾ പ്രതികരിക്കുന്നത് പോലെ ആയിരിക്കില്ല പ്രതികരണം. അങ്ങേയറ്റം ആ പോസ്റ്റ് ഇട്ട ആളെ അങ്ങേയറ്റം അപമാനിക്കുകയും നിയമപരമായി നേരിടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വന്നു ചേരും. അപ്പോൾ ഇതൊന്നും നമുക്ക് ഹിന്ദുക്കൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഏതൊരാളായാലും നമ്മൾ നമ്മുടെ ജാതിയെയും മതത്തിനെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് പോലെ തന്നെയാണ് മറ്റൊരു മതത്തിലുള്ളവരും അവരുടെ ആചാരങ്ങളെയും അവരുടെ പ്രാർത്ഥനകളെയും അങ്ങേയറ്റം ബഹുമാനത്തോടു കൂടി, അല്ലെ സന്തോഷത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. ആരും പറയാതെ തന്നെ നമ്മുടെ മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടി, നമ്മുടെ മനസ്സിൻ്റെ സംതൃപ്തിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അതിനെ അങ്ങേയറ്റം അപമാനിക്കുന്ന രീതിയിലാണ് ഇയാൾ ചെയ്തിരിക്കുന്നത്. ഒരിക്കലും ഒരു ഹിന്ദു മതത്തിൽ, അത് ഏത് മതത്തിലുള്ളവർക്കായാലും അതിൽ വിശ്വസിക്കുന്നവർക്ക് ഒരിക്കലും പൊറുക്കാൻ പറ്റുന്ന തെറ്റല്ല അദ്ദേഹം ചെയ്തത്. ജാതിയില്ല, മതമില്ല എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ എല്ലാ പേരുടെയും മനസ്സിലും, അല്ലേ, അപ്പോൾ നമുക്ക് ചില വിശ്വാസങ്ങളും പ്രാർത്ഥനകളും ഒക്കെ കാണും. അപ്പോൾ അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ അതിനെ തൊട്ട് മറ്റൊരുവൻ കളിക്കുമ്പോൾ നമുക്ക് അയാളോടുള്ള ദേഷ്യത്തെക്കാൾ ഉപരി നമുക്ക് അങ്ങേയറ്റം മനസ്സിൽ വിഷമമാണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാ മതത്തിനെയും എല്ലാ ജാതിയെയും ഒന്നായി കണ്ട് എൻ്റെ ജാതിയാണ് വലുത്, മറ്റുള്ളവരുടെ ജാതി എൻ്റെ ജാതിക്ക് താഴെ നിൽക്കുന്നതാണ് എന്നുള്ള മനോഭാവം മാറ്റി വയ്ക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ മതത്തിനെ നമ്മൾ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ള മനുഷ്യനെയും മതത്തിനെയും ജാതിയെയും ഒക്കെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ. താങ്ക് യു.